ഈ ചാനലിൽ പ്രഭാസിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ മുന്നേയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസം മുന്നേ പ്രഭാസിനെ ബേസ് ചെയ്തൊരു കമൻറ്റ് ഇവിടെ വന്നിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പാൻ ഇന്ത്യൻ ട്രെൻഡ് ഇത്രയും ഭീകരമായി തുടങ്ങി വെച്ചത് ബാഹുബലിയാണ്. പക്ഷെ മറ്റു രാജമൗലി നായകന്മാർക്ക് കിട്ടാത്തൊരു ഹൈപ്പാണ് ഈ ഒരു ഫിലിം സീരീസോടെ പ്രഭാസിന് ഉണ്ടാവുന്നത്. ഇതിന് ശേഷം വന്നൊരു പ്രഭാസ് ഫിലിമും ഈ ലെവലിൽ ക്രേസ് ഒരു മാസീവ് സക്സസ് കണ്ടിട്ടില്ലെങ്കിലും പ്രഭാസിന് ഇപ്പോഴും ഓഡിയൻസിൻ്റെ ഇടയിലുള്ള ക്രേസ് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴും ഒരു നല്ല പാൻ ഇന്ത്യൻ മെറ്റീരിയൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ടെറിട്ടറീസിലും ഒരു വലിയ ഹിറ്റ് ഉണ്ടാക്കുക എന്നത് പ്രഭാസിനെ കൊണ്ട് മാത്രമേ ഇപ്പോൾ നടക്കുകയുള്ളൂ. അത്രയും അൺഇമാജിനബിളായ സ്റ്റാർഡം പ്രഭാസിന് ഉണ്ട്. പ്രഭാസിൻ്റെ സ്റ്റാർഡം അനുസരിച്ച് സിനിമകൾ വരാത്തത് മാത്രമാണ് പ്രഭാസിനുണ്ടായ ഒരു പ്രശ്നം. അപാര മേക്കിംഗ് ഉണ്ടായിട്ട് സ്ക്രീൻ പ്ലേ കൊണ്ട് കയ്യിന്ന് പോയ സാഹോ, VFX പോലും മര്യാദക്ക് വരാത്ത രാധേശ്യം, ഇത് ഏത് കാലത്തെ VFX ആണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആദിപുരുഷ്, മിക്സ്ഡ് റെസ്പോൺസ് വന്ന സലാർ. സോ എനിക്ക് തോന്നിയത് ഇത്ര മാത്രമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർ ആയപ്പോൾ അതിനനുസരിച്ച് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ പോയതാണ് പ്രഭാസിന് പറ്റിയൊരു വിഷയം. സലാർ ഒരു ഗ്രേറ്റ് ഫിലിമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ അത്യാവശ്യം എൻജോയ് ചെയ്തൊരു സിനിമയാണ് സലാർ. തുടക്കത്തിൽ കുറച്ച് സ്ലോ ആയിരുന്നെങ്കിലും പിന്നീട് സിനിമ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട്. രാധാരമ വന്ന് ഖാൻ സാർ കാ സലാർ ദേവരഥ റായ് സാർ എന്ന് പറയുമ്പോൾ പ്രഭാസിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് അത് അന്യായമായിരുന്നു. പിന്നീടുള്ള പോർഷൻസിലൊക്കെ സിനിമ നല്ല നീറ്റാണ്. ഈവൺ ആ ഫൈറ്റ് സീൻസൊക്കെ പക്കാ വൈബായിരുന്നു. കുറേ കാലത്തിന് ശേഷം പ്രഭാസിനെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിരുന്നു. ഒരു മെജോറിറ്റിക്ക് വർക്കാവാത്ത സിനിമകൾ ചെയ്തു എന്ന് വിചാരിച്ച ആ നടൻ്റെ ഓഡിയൻസ് കംപ്ലീറ്റ്ലി പോയി എന്ന് പറയാനാവില്ല. മേ ബി നെഗറ്റീവ് റിപ്പോർട്ട്സ് വരുന്ന സിനിമകളോ മിക്സ്ഡോ വന്നാൽ എല്ലാ ഓഡിയൻസും അത് കാണാൻ ശ്രമിക്കണം എന്നില്ല. 10 വർഷം എങ്ങാണ്ട് ഫോമിൽ അല്ലാഞ്ഞിട്ടാണ് STR വരെ മാനാടായിട്ട് കംബാക്ക് നടത്തിയത്. ആ സിനിമയ്ക്ക് നല്ല ഓഡിയൻസ് റിസപ്ഷനും ഉണ്ടായിരുന്നു. ബാഡ് ഫിലിംസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഓഡിയൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വരണം എന്നൊന്നും തോന്നത്തില്ല. പക്ഷേ ഒരു നല്ല സിനിമ ചെയ്താൽ അതിന് കിട്ടുന്ന സപ്പോർട്ട് അൺപ്രഡിക്റ്റബിൾ ആവും. പ്രഭാസിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കൽക്കിയുടെ പ്രോമോ മെറ്റീരിയൽസ് ഒക്കെ കൊള്ളാമായിരുന്നു. ടീസറും ട്രെയിലേഴ്സും ഒക്കെ കൊള്ളാം. ഇത്രയും ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ എന്നത് അതിൻ്റെ വിഷ്വൽ സൈഡിൽ കൺവിൻസിങ് ആണ്. VFX പോലെയുള്ള സംഭവങ്ങളാണെങ്കിലും നന്നായിട്ട് വർക്കായിട്ടുണ്ട് ആസ് പെർ ദ പ്രോമോ. പക്ഷേ ഞാൻ അങ്ങനെ ഹൈപ്ഡ് ആവുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സിനിമകളുടെ പ്രോമോ മെറ്റീരിയൽസ് കണ്ട് ടോട്ടലി ആ സിനിമയായിട്ട് ബ്ലൈൻഡ് ആവുന്ന ആ ഒരു പരിപാടിയുണ്ട്. അതിപ്പോൾ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. സിനിമയുടെ റിസൾട്ട് നോക്കിയാൽ മതി. ഇനി എങ്ങാനും കയ്യിൽ നിന്ന് പോയ ഹൈപ്ഡായിട്ട് അതൊരു ബാക്ക്ലാഷ് ആവരുതല്ലോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കൽക്കി നല്ലതാണെങ്കിൽ ഐ എം ഹാപ്പി ഫോർ പ്രഭാസ്, അത്രേ ഉള്ളൂ. കൽക്കിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.